അല്ല, സ്പ്രിംഗ്ലർ കേസിന് ഞാൻ കേസൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ സ്പ്രിംഗ്ലർ കേസ് ഇട്ടിട്ട് ഓടിയതാരാണ്? സ്പ്രിംഗ്ലർ കേസ് അത് വേണ്ട എന്ന് വെച്ചിട്ട് അത് ഇട്ടിട്ട് ഓടിയതാരാണ്? പിണറായി വിജയനാണ് വേണ്ടെന്ന് വെച്ചത്. അതിനെ പറ്റിയുള്ള വിവാദങ്ങൾ പുറത്തു വന്നപ്പോ അത് നടപ്പായില്ലല്ലോ. പിന്നെ കോടതി എന്ത് പറയാനാ? കോടതി നടപ്പാക്കാൻ പോയപ്പോഴാണ് അതിന്റെ അകത്തുള്ള കുഴപ്പങ്ങൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ, ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടിയത്. ഒരു കുഴപ്പവും ആ പദ്ധതിക്ക് ഇല്ലെങ്കിൽ ഇട്ടിട്ട് ഓടിയെന്തിനാ? പ്രതിപക്ഷം പറഞ്ഞപ്പോ ഇട്ടിട്ട് ഓടുന്ന അത്രേ ധൈര്യമുള്ളോ? ഞാൻ കരുതുന്നില്ല. അല്ലല്ല, ആ ഡേറ്റ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ഒരു ഏജൻസി അല്ല സ്പ്രിംഗ്ലർ എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇവരിട്ടിട്ട് പോയല്ലോ, പദ്ധതി ഇട്ടിട്ട് പോയല്ലോ. പിന്നെ ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? പിന്നെ കോടതിക്ക് എന്ത് പറയാൻ പറ്റും? ഒരു കേസിലല്ലോ, ഇത് ബ്രൂവറി കേസ് ഉണ്ടാകുന്നു, AI ക്യാമറയുടെ കേസ് ഉണ്ടാകുന്നു, വളരെ ഗുരുതരമായ പരാമർശം അതൊക്കെ കോടതികളിൽ അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായം വരും. കോടതി നടപടിയെടുത്തുകൊണ്ടല്ലേ 3 CPM നേതാക്കന്മാര് അയ്യപ്പന്റെ സ്വർണം കൊള്ളാടത്തിന് ജയിലിൽ കിടക്കണത്. അതാ, അപ്പൊ അതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ? കോടതിയിൽ ആര് കേസിന് പോയാലും അനുകൂലമായാലും പ്രതികൂലമായി വരും. 2 കേസ് ടൈം ഡിലേഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോണിന്റെ കേസും ക്യാമറയുടെ കേസും അത് റിജക്ട് ചെയ്തത്. അത് ആയിക്കഴിഞ്ഞു. ഇനി ഇപ്പോൾ ആ കേസ് എടുക്കുന്നതിൽ പ്രസക്തിയില്ല എന്നാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയല്ല എന്ന് ആ 2 കോടതി വിധിയിലും പറഞ്ഞിട്ടില്ല. ഞാനും രമേശ് ചെന്നിത്തലയും കൊടുത്തത് ഫോണിലും ക്യാമറയുടെ കേസിലാണ്. ആ 2 കേസിലും ഞങ്ങൾ ഉന്നയിച്ച ആരോപണം തെറ്റാണ് എന്ന് കോടതി വിധിയിൽ പറഞ്ഞിട്ടില്ല. വൈകിപ്പോയി എന്നുവെച്ചാൽ അത് പദ്ധതി പൂർത്തിയായി. ആ സമയത്ത് ഇനിയിപ്പോ അത് എടുക്കുന്നതിന് പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇത് ഇൻഫ്രക്ച്വസ് ആയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കോടതി കേസ് തള്ളിയത്. അല്ല, അത് കഴിഞ്ഞിട്ട് എന്ന് കഴിഞ്ഞിട്ട് ഫയലിൽ സ്വീകരിച്ചല്ലോ പബ്ലിസിറ്റി ആണെങ്കിൽ ഫയലിൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേതോ ചീഫ് ജസ്റ്റിസ് ഓപ്പൺ കോടതിയിൽ അദ്ദേഹത്തിന് വായി തോന്നിയത് പറഞ്ഞാണ്. പക്ഷേ കേസ് ഫയലിൽ സ്വീകരിച്ച് ആ കേസ് നടത്തി. മറ്റേ കേസിൽ പണം കൊടുത്തത് തടഞ്ഞു വെച്ചു. കാരണം പ്രൈമാ ഫസി ഒരു കേസുണ്ടെന്ന് പറഞ്ഞു. അവസാനം ഈ 2 കേസിലും പറഞ്ഞത് ഇപ്പോ ഇൻഫ്രക്ച്വസ് ആയി. കാരണം ആ പദ്ധതി നടപ്പിലായി. ഇപ്പൊ നിങ്ങൾക്കറിയാം, 2019 20 ലക്ഷം പേർക്ക് ഫോൺ കൊടുക്കുമെന്ന് പറഞ്ഞാണ് 2019. ഇപ്പൊ 10 കൊല്ലമായി ആ പദ്ധതി കൊണ്ടുവന്നിട്ട് എത്ര കോടി രൂപ സംസ്ഥാനത്ത് മുടക്കി, എത്ര പേർക്ക് ഇത് കൊടുക്കാൻ പറ്റി? കൊടുത്ത ഓഫീസിൽ വരെ ഇത് വേണ്ടെന്ന് പറയാണ്. ഫോൺ കണക്ഷൻ കൊടുത്ത ഓഫീസുകളിൽ പോലും ഇത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞവർ റിന്യൂ ചെയ്യുന്നില്ല. കേരളത്തിന്റെ എക്സ്ചക്കറിൽ നിന്ന് കോടികൾ നഷ്ടപ്പെടുത്തിയ പദ്ധതിയാണ് ഫോൺ. അത് തെളിഞ്ഞോളും.